ആനക്കഥകൾ പറയും നാട്, ആനച്ചൂരുമണക്കും നാട്, ആനത്താരകൾ താണ്ടും നാട്, ആനപ്പെരുമ നിറഞ്ഞൊരു നാട്. കോന്നി നമ്മുടെ നാട്, ഇത് കൊമ്പന്മാരുടെ നാട്. ഏകദേശം 3500 വർഷങ്ങൾ പഴക്കമുള്ള സാംസ്കാരിക തനിമയ്ക്ക് കേൾവി കേട്ട വനാന്തര ഗ്രാമം മണ്ണീറ. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ മണ്ണീറ കാനനഭംഗിയും കാട്ടാറിന്റെ സൗന്ദര്യവും കോർത്തിണക്കിയ ഒരു സുന്ദര ഗ്രാമമാണ്. 3500 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ, അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ അടക്കം ചെയ്ത പുരാതനമായ കല്ലറകൾ, ബ്രിട്ടീഷ് അധീശത്വത്തിന്റെ കാലത്ത് എഡ്വേർഡ് ലീയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ശിലാലിഖിതങ്ങൾ, മാറത്ത് വെങ്കച്ച് പൊതിച്ചതുപോലെ അനേകം വെള്ളച്ചാട്ടങ്ങൾ. അതെ, മനോഹരിയാണ് മണ്ണീറ. ഇത്രയേറെ സുന്ദരിയായ മണ്ണീറ എന്ന കൊച്ചു ഗ്രാമത്തിലെ മണ്ണീറ വെള്ളച്ചാട്ടം കാണുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ലിജോസ് വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിൽ ഈ വെള്ളച്ചാട്ടം കാണുവാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് പലവിധ കാരണങ്ങളാൽ നടന്നില്ല. അവസാനം ഒരു ദിവസം വൈകുന്നേരം ഞാനും അളിയനും കൂടെ വണ്ടിയും എടുത്ത് പുറപ്പെട്ടു. ശരിക്കും വെള്ളച്ചാട്ടം കാണുവാനല്ല ഇറങ്ങിയത്. മണ്ണീറ ടോപ്പിൽ ഞങ്ങളുടെ ഒരു അങ്കിൾ താമസിക്കുന്നുണ്ട്, അവിടേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിലാണ് മണ്ണീറ വെള്ളച്ചാട്ടവും. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കോന്നി തണ്ടിത്തോട് റൂട്ടിൽ സഞ്ചരിച്ചാൽ മുണ്ടോമൂഴി അഥവാ അടവി ഇക്കോ ടൂറിസത്തിൽ എത്തിച്ചേരാം. അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ വീണ്ടും മുൻപോട്ട് സഞ്ചരിച്ചാൽ മണ്ണീറ ഗ്രാമത്തിലും ശേഷം മണ്ണീറ വെള്ളച്ചാട്ടത്തിലും എത്തിച്ചേരാം. പോകുന്ന വഴി ഏറെയും നമ്മൾ യാത്ര ചെയ്യുന്നത് കോന്നി റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെയാണ്. മുണ്ടോമൂഴി എത്തിക്കഴിഞ്ഞാൽ റോഡിന് തൊട്ടരികിലൂടെയായി കല്ലുകൊണ്ട് കവിത എഴുതിയ കല്ലാർ കാണാം. വനം നൽകുന്ന ശാന്തതയും ഒഴുക്കിന്റെ ഈണവും കല്ലാറിന്റെ പ്രത്യേകതയാണ്. കല്ലാറിനെ തൊട്ടറിയണമെങ്കിൽ അടവിയിലെ കുട്ടവഞ്ചി സവാരി ഒഴിവാക്കരുത്. കാടിന്റെ പച്ചപ്പും വന്യതയും പുഴയുടെ ഭംഗിയും കണ്ട് കൊതി തീർന്നില്ലെങ്കിൽ ഒരു ദിവസം അടവി മുളംകുടിലിൽ താമസിക്കുവാനുള്ള സൗകര്യവും ഇവിടെ അടവി ഇക്കോ ടൂറിസത്തിൽ ലഭ്യമാണ്.
അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മണ്ണീറയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വൈകുന്നേരമാണ് വന്നിരിക്കുന്നതിനാൽ വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. ഈ കാണുന്നതാണ് മണ്ണീറ വെള്ളച്ചാട്ടം. പാറക്കെട്ടുകളിൽ തട്ടി അങ്ങനെ വെള്ളം പളുങ്ക് തെളിനീർ താഴേക്ക് പതിക്കുകയാണ്. മണ്ണീറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. ആയതിനാൽ പ്രിയപ്പെട്ട യാത്രാ സ്നേഹിതരെ, നമ്മുടെ യാത്ര ആർക്കും ദോഷം ചെയ്യാത്ത വിധത്തിലായിരിക്കണം എന്ന് ദയവായി മനസ്സിലാക്കുക. നമുക്ക് ഓരോരുത്തർക്കും ദാഹജലം അത്യാവശ്യമാണ്. ആയതിനാൽ കുടിക്കാൻ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ആഹാര സാധനങ്ങൾ, വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് ഉപേക്ഷിക്കുന്ന തുണികൾ ഇവയെല്ലാം ദയവായി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഈ പ്രദേശത്ത് വലിച്ചെറിയരുത്. ഇതൊരു അപേക്ഷയാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തെ സ്നേഹിച്ചും വെള്ളച്ചാട്ടത്തെ സ്നേഹിച്ചും ഇവിടേക്ക് യാത്ര ചെയ്യുക. മണ്ണീറ ഒരു വലിയ വെള്ളച്ചാട്ടമല്ല, ചെറുതെങ്കിലും മനസ്സ് കുളിർമിപ്പിക്കുന്നതാണ്. വേരുകൾ തഴുകി ഒഴുകുന്ന വനത്തിലെ കൊച്ചു കൊച്ചു നീരുറവകൾ കൂടിച്ചേർന്ന് മണ്ണീറയിലെത്തുമ്പോൾ ഒരു കുഞ്ഞു വലിയ വെള്ളച്ചാട്ടമാകും. അതേ സഞ്ചാരികളെ, നിങ്ങളെ മണ്ണീറ വെള്ളച്ചാട്ടം മാടി വിളിക്കുകയാണ്. കിട്ടുന്ന സമയവും സന്ദർഭവും ജീവിതത്തിനോട് ചേർത്ത് പിടിച്ച് യാത്രകൾ ചെയ്യുന്നതിലാണ് കാര്യം. കാരണം ജീവിതം ഒരു വിരൽ തുമ്പിലൂടെ കുറച്ച് സമയമേ നമുക്ക് മുന്നിലുള്ളൂ. ഓർക്കുക, യാത്രകളിൽ ആനന്ദം കണ്ടെത്തുക. മണ്ണീറ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.